സെൻട്രൽ ഏഷ്യയിലെ ടർക്ക്മെനിസ്ഥാൻ ഇന്ത്യയുടെ രണ്ടിരട്ടി ആളോഹരി വരുമാനമുള്ള ഒരു സമ്പന്ന രാജ്യമാണ്. 60 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. പെട്രോളിയവും പ്രകൃതിവാതകവുമാണ് ടർക്ക്മെനിസ്ഥാന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണം. ന്യൂഡൽഹിയിൽ നിന്ന് 3 മണിക്കൂർ വിമാനത്തിൽ നിന്നാൽ ടർക്ക്മെനിസ്ഥാന്റെ തലസ്ഥാനത്തിൽ എത്തിച്ചേരാൻ പറ്റും. വളരെ വേഗത്തിൽ വളർന്ന ഒരു രാജ്യമായി ടർക്ക്മെനിസ്ഥാൻ കണക്കാക്കപ്പെടുന്നു. സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും ധനികമായ രാജ്യമാണ് ടർക്ക്മെനിസ്ഥാൻ. മനാത്താണ് കറൻസി. ഒരു മനാത്ത് കൊടുത്താൽ 23 ഇന്ത്യൻ രൂപ കിട്ടും. ഇവിടെ ഏകാധിപത്യ ഭരണമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സൗദി അറേബ്യയും ഉത്തര കൊറിയയും പോലെയുള്ള മറ്റൊരു കടുത്ത ഏകാധിപത്യ രാജ്യമാണ് ടർക്ക്മെനിസ്ഥാൻ. പത്രങ്ങളും ടെലിവിഷനും മാത്രമല്ല യൂട്യൂബ് പോലും ഗവൺമെന്റ് നിയന്ത്രിക്കുന്നു ഈ രാജ്യത്തിൽ. പണ്ട് റഷ്യയുടെ ഒരു സംസ്ഥാനമായിരുന്നു. അന്ന് ഈ രാജ്യം ടർക്ക്മെനിസ്ഥാൻ SSR എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി വളരെ പെട്ടെന്നുള്ള വളർച്ചയാണ് ഉണ്ടായത്. അടുത്ത കാലത്തായി അസർബൈജാനിലേക്ക് ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കുകയും സാമ്പത്തിക അഭിവൃദ്ധിക്ക് അത് ഒരു കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ നല്ല വളർച്ചയുണ്ട്. കാസ്പിയൻ സമുദ്രത്തിന്റെ തീരത്താണ് ടൂറിസ്റ്റ് ഫെസിലിറ്റികൾ കൂടുതലായി ഉണ്ടാക്കിയിട്ടുള്ളത്. മരുഭൂമിയാണെങ്കിലും ജലസേചനത്തിലൂടെ അല്പസ്വല്പം കൃഷി ചെയ്യുന്നുണ്ട്. തക്കാളിയും ഉള്ളിയും മുന്തിരിയും ഇവിടെ കൃഷി ചെയ്യുന്നു. ഈ രാജ്യത്ത് ചൈന ഒരുപാട് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിലാണ് കൂടുതലായി ചൈനയുടെ നിക്ഷേപം വന്നിട്ടുള്ളത്. 70% കയറ്റുമതിയും ചൈനയിലേക്ക് തന്നെയാണ് ടർക്ക്മെനിസ്ഥാൻ നടത്തുന്നത്. കേരളത്തിന്റെ 13 ഇരട്ടി വലുപ്പമുള്ള ഒരു വലിയ രാജ്യമാണ് ടർക്ക്മെനിസ്ഥാൻ. എന്നാൽ ജനസംഖ്യ കേരളത്തിന്റെ 1/6 ഭാഗം മാത്രമേ ഉള്ളൂ. അതിന് കാരണം ഭൂരിഭാഗം ഭൂപ്രദേശവും മരുഭൂമിയായതുകൊണ്ടാണ്. ടർക്ക്മെനിസ്ഥാന്റെ തലസ്ഥാനം ആഷ്ഗാബാദ് നഗരമാണ്. മനോഹരമായ ആഷ്ഗാബാദ് നഗരം മാർബിൾ കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് കുറേയധികം കാശുണ്ടായത് കൊണ്ട് ഒരുപാട് മാർബിൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. രാത്രിയിൽ ഒരു സ്വപ്ന നഗരം പോലെ ആഷ്ഗാബാദ് നമുക്ക് അനുഭവപ്പെടും. മിക്കവാറും കെട്ടിടങ്ങളൊക്കെ കാലിയാണ്. ഇവിടങ്ങളിൽ താമസിക്കുവാൻ ഗവൺമെന്റ് ജനങ്ങൾക്ക് അനുവാദം കൊടുത്തിട്ടില്ല. ഫ്യൂച്ചർ റെഡി എന്ന നിലക്കാണ് ഇങ്ങനെ കുറേയധികം കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ടൂറിസ്റ്റുകൾക്ക് നഗരം കാണുവാൻ വേണ്ടി ഒരു കേബിൾ കാർ ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. 4 കിലോമീറ്റർ നീളമുള്ള ഈ കേബിൾ കാർ ഫെസിലിറ്റി കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. 93% മുസ്ലിങ്ങളാണ് ഈ രാജ്യത്ത് താമസിക്കുന്നത്. സൂഫി മുസ്ലിങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെയുള്ളത്. ദർഗകൾ പരിപാലിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ അവർ കാണിക്കുന്നുണ്ട്. പള്ളികളിൽ പോയി നിസ്കരിക്കുകയില്ലെങ്കിലും അവ നല്ലപോലെ പെയിന്റ് അടിച്ച് സംരക്ഷിക്കുക ടർക്ക്മെനിസ്ഥാൻ ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ പള്ളികൾ ആവശ്യമാണെന്ന് ഗവൺമെന്റ് കരുതുന്നു. നഗരങ്ങളിലെ മുസ്ലിങ്ങൾ നിരീശ്വരവാദികളാണെങ്കിലും ഗ്രാമങ്ങളിൽ അല്പസ്വല്പം ദൈവവിശ്വാസമൊക്കെ ഉള്ളവരുണ്ട്. സൗദി അറേബ്യയുടെയും തുർക്കിയുടെയും ധനസഹായത്തോടെ ഏതാനും മദ്രസകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ടർക്ക്മെനിസ്ഥാൻ ഗവൺമെന്റിന് മദ്രസകളുടെ കാര്യത്തിൽ അത്ര വലിയ താല്പര്യം കാണുന്നില്ല. ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് ഈ രാജ്യത്തിനുള്ളത്. ഇന്ത്യയുടെ ഒരു എംബസി ടർക്ക്മെനിസ്ഥാൻ തലസ്ഥാനത്തുണ്ട്. അതുപോലെ ടർക്ക്മെനിസ്ഥാന്റെ ഒരു എംബസി ന്യൂഡൽഹിയിലും തുടങ്ങിയിട്ടുണ്ട്. ധാരാളം ഇന്ത്യക്കാർ ഇപ്പോൾ തന്നെ ടർക്ക്മെനിസ്ഥാനിൽ ജോലി ചെയ്യുന്നു. കൂടുതൽ ആളുകളും ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലും കൺസ്ട്രക്ഷൻ മേഖലയിലും ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലുമാണ് വർക്ക് ചെയ്യുന്നത്. മിടുക്കരായ ടർക്ക്മെനിസ്ഥാൻ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യ സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. ടർക്ക്മെനിസ്ഥാനിലെ ഭക്ഷണം വളരെ വിശേഷപ്പെട്ടതാണ്. നാടോടികളാണ് ഈ നാട്ടുകാർ അടിസ്ഥാനപരമായി. അതുകൊണ്ട് കൂടുതലായി ആട്ടിറച്ചി പൊരിച്ചതും ആട്ടിറച്ചി കൊണ്ടുള്ള മറ്റു വിഭവങ്ങളും ഇവരുണ്ടാക്കുന്നു. ടർക്ക്മെനിസ്ഥാനിലെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം സമൂസയാണ്. അതിഥികൾ വരുമ്പോൾ സ്നേഹത്തോടെ അവർ സമൂസയുണ്ടാക്കി വിളമ്പുന്നു. തലസ്ഥാന നഗരിയിലെ അഷ്ഗാബാദ് കോഫി ആൻഡ് കഫേ മനോഹരമായ റെസ്റ്റോറൻ്റ് ആണ്. ചുവന്ന യൂണിഫോം ഇട്ട ഇവിടുത്തെ വെയിറ്റർമാർ ചടുലമായി സർവീസ് നടത്തുന്നു. അതുപോലെ ആൾട്ടൈൻ ജാം റെസ്റ്റോറൻറ്റ് ഔട്ട്ഡോർ സീറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. യൂറോപ്യൻ ഭക്ഷണമാണ് ഇവിടെ നൽകുന്നത്. അതുപോലെ ഹെസാത്ത് റെസ്റ്റോറൻറ്റ് ചെറിയ ചെറിയ കുടിലുകളിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. മേപ്പാടിയിലെ തറവാട് റെസ്റ്റോറൻറ്റ് പോലെ തോന്നും ഒറ്റ നോട്ടത്തിൽ. അതുപോലെ ആൽപ്പ് ഈട്ടി സ്റ്റേക്ക് ഹൗസ് മികച്ച സ്റ്റേക്കുകൾ നൽകുന്നു. തലസ്ഥാന നഗരിയിലെ അഷ്ഗാബാദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഒരു വർഷം 13 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നു. 2 റൺവേകളുണ്ട്. ടർക്ക്മെനിസ്ഥാൻ എയർലൈൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഇവിടെ തന്നെയാണ്. ഇന്ത്യയിലേക്ക് ഒരാഴ്ചയിൽ 9 ഫ്ലൈറ്റ് ഇവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നു.